കൊല്ലം ജില്ലയിൽ 4 വിദ്യാർത്ഥികൾക്ക് H1N1 സ്ഥിരീകരിച്ചു. സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് H1N1 സ്ഥിരീകരിച്ചത്. രാജ്കുമാറുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. രാജ്കുമാർ, എങ്ങനെയാണ് വിവരങ്ങൾ? 4 വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ H1N1 സ്ഥിരീകരിച്ചത്. ഇവർക്ക് പനി ബാധിച്ചിരുന്നു. പനി ബാധിച്ചതിനെ തുടർന്ന് രക്തസാമ്പിൾ പരിശോധിച്ചപ്പോഴാണ് ഇവർക്ക് H1N1 ആണെന്ന് സ്ഥിരീകരിച്ചത്. ഒപ്പമുള്ള ചില വിദ്യാർത്ഥികൾക്ക് ചില സിംറ്റംസ് ഉണ്ട്, പനിയുടെ സിംറ്റംസ് ഉണ്ട്. ഇവരും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. സ്കൂളിൽ ആ ഒരു ക്ലാസ്സിൽ മുഴുവനും വിദ്യാർത്ഥികൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ആ സ്കൂളിലെ മറ്റു കുട്ടികൾക്ക് എന്തെങ്കിലും ഇത് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമുണ്ട്. എന്തായാലും സ്കൂൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. ഇനി അതൊരു പരിശോധന നടത്തി ആരോഗ്യവകുപ്പ് അധികൃതർ അവിടെ ഒരു പരിശോധന നടത്തും. അത് കഴിഞ്ഞ് അവിടെ ശുചീകരണത്തിന് ശേഷം മാത്രമേ സ്കൂൾ തുറക്കുള്ളൂ എന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ കൊല്ലം ഉളിയക്കോവിലിൽ ആ പ്രദേശം കേന്ദ്രീകരിച്ച് കൊല്ലം ഉളിയക്കോൽ പ്രദേശം കേന്ദ്രീകരിച്ച് ഇന്ന് രാത്രി 8 മണിക്ക് ആരോഗ്യവകുപ്പിന്റെ യോഗം ചേരും. അവിടെ ഇവർക്ക് പനി ബാധിച്ചത് എവിടെ നിന്നുള്ള ഏതെങ്കിലും വെള്ളത്തിലൂടെയാണോ അതോ മറ്റെന്തെങ്കിലും സമ്പർക്കത്തിലൂടെ കിട്ടിയതാണോ തുടങ്ങിയ പല കാര്യത്തിലും സംശയങ്ങളുണ്ട്. അത് ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് യോഗം ചേരുന്നതും. അത് കഴിഞ്ഞുള്ള തുടർ നടപടികൾ ആരോഗ്യവകുപ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറെ സംബന്ധിച്ച റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട്. ജില്ലാ ഭരണകൂടവും ഇക്കാര്യം ഇപ്പൊ ഈ പനി മഴ നാളെ മുതൽ കർക്കിടകം എന്ന് പറയുമ്പോൾ മഴയുടെ ഒരു സീസൺ വരികയാണ് വീണ്ടും. അപ്പോൾ ആ മഴ സീസണിൽ ഇതുപോലെ പകർച്ചവ്യാധികൾക്കൊക്കെ ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കർശനമായ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം ആരോഗ്യവകുപ്പിന് ഇത് കൈമാറിയിട്ടുള്ളത്. അതനുസരിച്ച് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും മുഴുവനും സജീവമായി തന്നെ രംഗത്തുണ്ട്. അവരിതിപ്പോൾ ഓരോ സ്ഥലത്തും ഇതൊക്കെ ഈ വിദ്യാർത്ഥികളുടെ വീടുകൾ പല സ്ഥലത്തുള്ള വിദ്യാർത്ഥികളാണ്. ഇവരുടെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. ആ വീട്ടിലുള്ളവർക്ക് ആർക്കെങ്കിലും മറ്റെന്തെങ്കിലും പനിയോ ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിലാണ് 4 വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ H1N1 സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നറിയാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമങ്ങളും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. രാജ്കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.